നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ പീരുമേട് പാമ്പനാറിന് സമീപം നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് കാൽനട യാത്രികനുമേൽ ഇടിച്ചു കയറിയ അപകടത്തിൽ പാമ്പനാർ സ്വദേശി സ്റ്റാൻസി ലാവോസ് മരിച്ചു. നിയന്ത്രണം നഷ്ടമായ ബസ് നിന്നത് നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിലിടിച്ച. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിരോധം 7-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. പരിപാടി സംഘടിപ്പിക്കുന്നത് CPM-നെയും ജില്ലാ സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ നീക്കത്തിനെതിരെയും ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും. കട്ടപ്പന വാഴവര വാകപ്പടിയിൽ ESI ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാട് കയറി നശിക്കുന്നു. ഇവിടെ വന്യമൃഗശല്യമടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിൽ പ്രദേശവാസികൾ. പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് MPയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണം. പണിതിട്ടും പണി തീരാതെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് തകർന്നത് 2018-ലെ പ്രളയകാലത്ത്. 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും നാളിതുവരെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് പാമ്പനാറിന് സമീപം നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് കാൽനട യാത്രികനുമേൽ ഇടിച്ചുകയറിയ അപകടത്തിൽ പാമ്പനാർ സ്വദേശി സ്റ്റാൻസി ലാവോസ് മരിച്ചു. നിയന്ത്രണം നഷ്ടമായ ബസ് നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിലിടിച്ചാണ് നിന്നത്. കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പീരുമേട് പാമ്പനാറിന് സമീപം എത്തിയപ്പോൾ വളവിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് കാൽനട യാത്രക്കാരന്റെ ദേഹത്തേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പാമ്പനാർ സ്വദേശിയായ സ്റ്റാൻസി ലാവോസ് മരിച്ചു. ഇയാളെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. കാൽനട യാത്രക്കാരനെ ഇടിച്ച ശേഷം ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ചാണ് നിന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ബസ് പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. റോഡിന്റെ വശത്ത് അഗാധമായ കൊക്കയും വാഹനം ഇടിച്ച ഭാഗത്ത് 11 kV ട്രാൻസ്ഫോമറും സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. പീരുമേട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിരോധം 7-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. CPM-നെയും ജില്ലാ സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ നീക്കത്തിനെതിരെയും ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM-നെയും ജില്ലാ സെക്രട്ടറി CV വർഗീസിനെയും അപകീർത്തിപ്പെടുത്താനും ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി 7-ാം തീയതി വൈകിട്ട് 4-ന് കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ യുവജന പ്രതിരോധം സംഘടിപ്പിക്കും. CV വർഗീസ് ജില്ലാ സെക്രട്ടറി ആയതു മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും LDF-നെ ഒറ്റക്കെട്ടായി അണിനിർത്താനും ഇടപെടൽ നടത്തിവരികയാണ്. ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരത്തിന് CPIM-ന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിർത്തി കാൽനട ജാഥ നടത്തിയിരുന്നു. ചട്ടം ഭേദഗതി ചെയ്ത ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ സമരവും സംഘടിപ്പിച്ച് പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ച CV വർഗീസ് ആയിരുന്നു. ഭൂപതിവ് ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മക്കളുടെ ബിസിനസിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച അദ്ദേഹത്തെയും പാർട്ടിയെയും തകർക്കാനുള്ള ശ്രമം ചിലർ അജണ്ടയായി സ്വീകരിച്ചു പോരുകയാണ്. പാർട്ടിയെ താറടിച്ച് കാണിക്കുന്നതിന് മോശമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ കൊടുത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ ഇത്തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്ന ഏതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി CPM തന്നെ നിലപാടെടുത്തു. അന്വേഷണം നടത്തുന്നതിനും പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ അതിനെ സംബന്ധിച്ച അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ബോധപൂർവമായി നിരന്തരമായി ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ബോധപൂർവമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്ന ബിസിനസ്സിനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൻ എന്ന് അന്വേഷണ ഉത്തരവിലടക്കം കൊടുത്തുകൊണ്ട് തെറ്റായ രൂപത്തിൽ CPM-നെ കടന്നാക്രമിക്കാൻ ഇതിന്റെ ഒരു അവസരമായി ഇതിനെ ഉപയോഗിക്കുന്നതിലുണ്ട്. ഇത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തുന്ന നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വത്തെയും അവമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിനെതിരെ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അതിന് ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ജില്ലയിൽ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 7-ാം തീയതി കട്ടപ്പനയിൽ ഡിവൈഎഫ്ഐ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് യുവജന പ്രതിരോധം
സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക്, തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ ഈ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സമരമെല്ലാം ഏറ്റെടുക്കുമ്പോൾ തന്നെ ജില്ലയിലെ നിർമ്മാണ നിരോധനം അടക്കമുള്ള വിഷയങ്ങളിൽ തെറ്റായ രൂപത്തിൽ ഇടപെടുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരായിട്ടുള്ളത്. അവരാണിപ്പോൾ ഇതിനെല്ലാം സമരത്തിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാർബൺ ഫണ്ട് കൈക്കലാക്കി ജീവിക്കുന്ന ചില കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും ചില മാധ്യമങ്ങളും ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ നടത്തുന്ന ഗൂഢനീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ, പ്രസിഡന്റ് എസ് സുധീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗം ജോബി അബ്രഹാം എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന വാഴവര വാകപ്പടിയിൽ ESI ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാട് കയറി നശിക്കുന്നു. ഇവിടെ വന്യമൃഗശല്യമടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിലാണ് പ്രദേശവാസികൾ. പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് MPയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. സ്ഥലത്ത് പൂർണ്ണമായും കാടുപടലങ്ങൾ പടർന്നതോടെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായിരിക്കുകയാണ് ഇവിടെ. സ്ഥലത്തിന് സമീപമുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം തുറക്കാൻ പോലും പ്രദേശവാസികൾക്ക് സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്കൊരു ശാശ്വത പരിഹാരം ഈ കാട് വെട്ടിത്തെളിച്ച് കാരണം. പിന്നെ താഴെ 2 കുടിവെള്ള പദ്ധതിയുണ്ട്. 36 വീട്ടുകാർ, ഒരു കുടിവെള്ള പദ്ധതിയിൽ 16 വീട്ടുകാരും, ഒരു കുടിവെള്ള പദ്ധതിയിൽ 9 വീട്ടുകാരും. അങ്ങനെ അത്രയും അവർക്ക് രാത്രി ഓട്ടയിൽ ക്ഷാമം കാരണം രാത്രിയിലാണ് ഈ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാരണം അത് ഈ പന്നിയെ കണ്ടു കഴിഞ്ഞപ്പോൾ 2 പന്നിയെ മിനിഞ്ഞാന്ന് കണ്ടു. 2 ദിവസം മുമ്പ് 2 പന്നിയെ ഓടിപ്പോകുന്ന കണ്ടു. അത് പിന്നെ അവർ ഓടി രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പരിസരവാസികൾ കണ്ടേ, അത് ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അത് നമ്മളിങ്ങനെ അപ്പം ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി അടിക്കാൻ പോകുന്ന വ്യക്തി പുള്ളിക്ക് പുള്ളി രാത്രിയിലൊക്കെ അടിക്കാൻ വരുന്നത്. എന്ന് വെച്ചാൽ രാത്രി 10 മണിക്കൊക്കെയാണ് വരുന്നത്. പുള്ളിക്ക് പേടി. അപ്പോൾ അതും മുടങ്ങും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. 22 വർഷമായി സ്ഥലം ഇത്തരത്തിൽ കാട് കയറി കിടക്കുകയാണ്. നാളിതുവരെയായി നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നതിന് യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. നിരവധി പരാതികളടക്കം അധികൃതർക്ക് മുൻപിൽ എത്തിച്ചിട്ടും നിഷേധാത്മക നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. ഈ ഒരു സാഹചര്യം അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ഈ 5 ഏക്കർ പ്രദേശത്ത് ഈ ഒരു കാടിന് സമാനമായിട്ടുള്ള ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് ഈ പരിസര പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഈ 5 ഏക്കർ ഭൂമി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ESI ഹോസ്പിറ്റലിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയാണ്. നേരെ മറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആ ഫണ്ട് കൃത്യമായിട്ട് ESI ഹോസ്പിറ്റൽ നിർമ്മിക്കാതെ ഇവിടുത്തെ MPയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴിചാരിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ലാപ്സാക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രദേശം വെട്ടിത്തെളിച്ചുകൊണ്ട് ഇവിടെ അനുവദിച്ചിരിക്കുന്ന ESI ഹോസ്പിറ്റൽ നിർമ്മാണം നടത്താനുള്ള സൗകര്യം ഇവിടുത്തെ MPയും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അതേപോലെ തന്നെ ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യാത്ത പക്ഷം വരുന്ന ആളുകളിൽ BJP ശക്തമായ സമരപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. വൻ ബഹുജനം പ്രക്ഷോഭം ഈ ഒരു പ്രദേശത്ത് വരും ദിവസങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തും. കേന്ദ്ര സർക്കാർ ഫണ്ട് സംസ്ഥാന സർക്കാരും ഇടുക്കി MPയും നഗരസഭയും നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട്. അടിയന്തരമായി പദ്ധതി നടപ്പിലാക്കുന്നതിനൊപ്പം ഇവിടുത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. പണിതിട്ടും പണി തീരാത്തൊരു റോഡാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണിത്. 2018 പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും നാളിതുവരെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 9-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26-ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2018 പോയ റോഡാണ് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. ഇപ്പോൾ ഒരു 3 കൊല്ലത്തോളം അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല. വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനും. അതുപോലെ തന്നെ വണ്ടികളെല്ലാം ഒത്തിരി പണികൾ വരുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ പോയാൽ ഒത്തിരി പൈസ മുടക്ക് വരുന്നുണ്ട്.
അതുപോലെ തന്നെ യാത്രായോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ബൈക്കുകാരെല്ലാം ഡെയിലി വീഴുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും യാത്രക്കാർക്കും അതായത് ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു 3-4 വാർഡിലും കൂടുതലും ട്രൈബൽ ആൾക്കാർ, ആദിവാസി കുടികളാണ് കൂടുതലും ഉള്ളത്. അവിടുത്തെ ആൾക്കാർക്കാണെങ്കിലും ആശുപത്രിയിൽ പോകാനും മറ്റ് യാത്രയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വണ്ടിക്കാർ ഡെയിലി വീഴുന്നു. ബൈക്ക് യാത്ര ചെയ്യുന്നവർ ഡെയിലി വീഴുന്ന ഒരവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ആശുപത്രിയിൽ പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റും നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കനാംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസിയിടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. നാളിത്ര പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഏതൊരാവശ്യത്തിനും പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന റോഡാണ് 7 വർഷത്തിലധികമായി ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ പ്രതിഷേധമുയർത്തി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ. പെരിയാർ വൈഗൈ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കമ്പത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. സിനിമയിൽ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരിയാർ വൈഗൈ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സിനിമയുടെ പ്രദർശനം നടത്തുന്ന തിയേറ്ററിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ സിനിമാ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ തമിഴ്നാട്ടിലെ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും പ്രതിഷേധിച്ചു. ഡാമിനെക്കുറിച്ചുള്ള സീനുകൾ ഒഴിവാക്കാത്ത പക്ഷം തമിഴ്നാട്ടിൽ സിനിമ പ്രദർശിപ്പിക്കരുതെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണി ഓഫീസിലേക്ക് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന MPയുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ പരിപാടി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MPയുടെ ചെറുതോണി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി MPയുടെ ഓഫീസ് കവാടത്തിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഇടുക്കിയിലെ ഭൂമി രേഖകള് നമ്മുടെ കയ്യിലുള്ളത് 1960 ഭൂമി അനുസരിച്ച് 64-ലും 93-ലും കൊടുത്ത പട്ടയത്തിന്റെ കേസുള്ള രേഖകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അവർ പറയുകയാണ് 100 വർഷം 150 വർഷം 500 വർഷം മുൻപ് ഇത് വഖഫിന്റേതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാണോ ആ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം നിലവിലുള്ളത് അവർ അതിനുവേണ്ടി തെളിയിക്കണം. അത് തെളിയിക്കാനുള്ള സ്ഥലം ഏത്? തെളിയിക്കാനുള്ള സ്ഥലം വഖഫിന്റെ ട്രിബ്യൂണൽ. ആ ട്രിബ്യൂണലില് കംപ്ലീറ്റ് ആയി അധികാരവും അവകാശവും തീരുമാനമെടുക്കാൻ ഇരിക്കുന്ന ആൾക്കാർ എല്ലാം വഖഫ് ബോർഡിന്റെ ആൾക്കാർ തന്നെ. അപ്പം അത്തരത്തില് ഇവിടെയുള്ള ആൾക്കാരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും ഭരണഘടനാപരമായി കിട്ടിയിട്ടുള്ള സകല അവകാശങ്ങളെയും ലംഘിക്കുന്ന ഒരു പ്രിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് വഖഫ് നിയമങ്ങൾ ഉണ്ടായത്. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാർ അധ്യക്ഷനായിരുന്നു. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് C. സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, നേതാക്കളായ സുരേഷ് മീനത്തേരി, അനന്തു മങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. പഞ്ചായത്ത് വക സ്ഥലത്ത് അനധികൃതമായി മണ്ണും കോൺക്രീറ്റ് മാലിന്യവും നിക്ഷേപിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധ പരിപാടി DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുക, നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള മണ്ണും കല്ലും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുക, സ്ഥലം കയ്യേറാതിരിക്കാൻ ഉറപ്പുള്ള മതിൽ കെട്ടി സംരക്ഷണം ഒരുക്കുക, സംഭവത്തിലെ സാമ്പത്തിക അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്.
പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണും മറ്റും നിക്ഷേപിച്ചത് ഭരണസമിതിയുടെ മൗന അനുവാദത്തോടുകൂടിയാണെന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ പറഞ്ഞു. നിങ്ങളോട് ഞങ്ങൾ വിനയപൂർവ്വം പറയുന്നു, നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും കഥ പറയാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞു. ഞങ്ങൾക്കതല്ല പ്രശ്നം. ഞങ്ങൾ പറയുന്നു, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നാടിന്റെ വികസനത്തിന് വേണ്ടിയും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മനോഹരമായ ഒരു പഞ്ചായത്ത് ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭരണകാലത്ത് വാങ്ങിച്ച 50 സെന്റ് സ്ഥലം 15 സെന്റാക്കി കുറച്ച് മാസ്മലിക വിദ്യ കാണിച്ച കാഞ്ചാർ പഞ്ചായത്തിനോടും അതിന്റെ തലവന്മാരോടും പറയുന്നു, അത് മാറ്റിത്തരണം. അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിവാസം കാണിക്കാൻ ഒന്നും പറ്റുന്നതല്ല. ഇത് ഞങ്ങൾ സ്വപ്നം കണ്ടിട്ട് പറയുന്നതല്ല. ഇത്രയും വലിയ സംവിധാനത്തിൽ ഈ ടിപ്പർ കൊണ്ടുവന്ന് 100 കണക്കിന് ആയിരക്കണക്കിനൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു 10,000 ലോഡെങ്കിലും മാറ്റാതെ ആ മണ്ണ് മാറിപ്പോകുമെന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. DCC അംഗം ജോയി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജോയി ഇഴക്കുന്നേൽ, സണ്ണി വെങ്ങാലൂർ, ആൽവിൻ മണ്ണംചേരി, ബിജു വർഗീസ്, MM ചാക്കോ മുളയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിഷയത്തിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ കടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം നൽകുക, മെഡിസെപ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏത് മേഖലയിലാണ് സർക്കാർ ജീവനക്കാരായ നിങ്ങൾ വിലപിക്കുന്നു, കരയുന്നു. വിലപിക്കാത്തവരും കരയാത്തവരുമായി ദുരിതമനുഭവിക്കാത്തവരായി ഏത് സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ടത്. പാവപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനം വാങ്ങാൻ കഴിയുമോ? എവിടെയെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ആലോചനകളുണ്ടോ? 1000 രൂപയുമായി ഒരു പലചരക്ക് കടയിൽ പോയാൽ 10 കിലോ അരിയും 1 കിലോ വെളിച്ചെണ്ണയും മേടിക്കാൻ പറ്റില്ല സാർ. അതിനപ്പുറത്തേക്ക് ഒന്നും വാങ്ങാൻ കഴിയില്ല. 1000 രൂപ ആലോചിച്ചോ. ഒരു കുടുംബത്തിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള ആവശ്യമുള്ള സാധനം വാങ്ങണമെങ്കിൽ എത്രമാത്രം തുക വേണമെന്നത് ഇന്ന് അചിന്തനീയമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമരം കൊടുക്കുന്നത്. ജീവിതത്തിന്റെ വിലവർദ്ധനകൾ ഉണ്ടാകുമ്പോൾ അത്തരം വിലവർദ്ധനകൾക്ക് താങ്ങായി നിൽക്കാനാണ് രാജ്യം ഭരിക്കുന്ന രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അറിയാവുന്ന ആളുകൾ DA വർദ്ധിപ്പിക്കാനും DA അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് PJ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KM മാത്യു, ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം ജേക്കബ് KM, നിയോജകമണ്ഡലം സെക്രട്ടറി ജെയ്മോൻ KP, ഏലിയാമ്മ ജോസഫ്, സിജു ചക്കുമുട്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസെപ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുൻപിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത്. രാജകുമാരി ട്രഷറി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പരാജയമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ പണം കൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അവരുടെ ജീവിതമെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറ്റിവെച്ച് തൊഴില് പരിപൂർണമായി പൂർത്തീകരിച്ച് അവര് പുറത്തിറങ്ങി അവരുടെ ജീവിതം, ബാക്കിയുള്ള ജീവിതകാലം, ഇത് കുട്ടികളെ സംബന്ധിച്ചും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ചേർന്ന് നിൽക്കുന്ന എത്ര പേരുടെ ആളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ആദ്യം ഭൂപടത്തിൽ സെർച്ച് ചെയ്യുന്നത് UK എവിടെയാണ്, കാനഡ എവിടെയാണെന്നാണ്. എങ്ങനെ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാം, എങ്ങനെ ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ.
യാതൊരു സംശയവും വേണ്ട. ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ വാർദ്ധക്യ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടി വരും. കാരണം കുട്ടികൾ ഉണ്ടാവില്ല. നമുക്ക് മിണ്ടി പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് ഓരോ ദിവസവും ഓരോ വീടിന്റെ മുറ്റത്തിരുന്ന് സംസാരിക്കേണ്ട രീതിയിലേക്ക് കാലം മാറുന്നു. അതിനൊക്കെ ഉണ്ടായ കാരണങ്ങൾ എന്തായെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് ഇ.കെ. രവി അധ്യക്ഷനായിരുന്നു. ജോസഫ് പി. ജെ മുഖ്യപ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, ജോർജ് പൗലോസ്, കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി കോളനി നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. പ്രദേശത്തെ 52ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നത്. തൂങ്കുഴി കോളനി നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് കുടിവെള്ളം ലഭ്യമാക്കുക എന്നത്. വേനൽ കനത്തതോടെ പ്രദേശത്തെ 52ഓളം കുടുംബങ്ങൾ 2 മാസത്തോളമായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. പ്രദേശത്ത് കുഴൽക്കിണറുണ്ടെങ്കിലും വേനൽ കനക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ലഭിക്കാറില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ചൂട് കൂടാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും. ഇത് ഒഴിവാക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. അവിടെ ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ഭാഗമായിരുന്ന സമയത്ത് അവിടെ ഒരു കിണർ കുത്തിയെങ്കിൽ ആ കിണറിൻ്റെ അകത്ത് ആവശ്യമായ വെള്ളം ലഭ്യമല്ലാത്തതും ഉണ്ട്. പഞ്ചായത്തായിരുന്ന സമയത്ത് ആ കോളനിക്ക് വേണ്ടി അവിടെ നമ്മൾ ഒരു സ്ഥലം ഈ പഞ്ചായത്ത് കണ്ടെത്തുകയും അവിടെ ഒരു കുളം കുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ കുളം ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ അവിടെ എത്തുകയും ആ കുളത്തിൻ്റെ അകത്ത് നടവഴി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു രീതിയിൽ നടന്നെത്താനോ അല്ലെങ്കിൽ ഒരു പൈപ്പ് വെക്കാനോ മോട്ടറിട്ട് മണ്ടയിലേക്ക് വെള്ളം എത്തിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ അത് സ്വകാര്യ വ്യക്തികൾ ഇപ്പോൾ അതിനകത്ത് ഏലത്തിനും മറ്റും വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ മുനിസിപ്പാലിറ്റി ആ കുളം മുനിസിപ്പാലിറ്റിയിലാക്കി മാറ്റിക്കൊണ്ട് അതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വെള്ളം ഈ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ കൂടുതലായി ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും നിവേദനം സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇവർ. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനുമെതിരെ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. ഈ മാസം 4-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ 5-ാം തീയതി രാവിലെ 9 മണി വരെ രാജാക്കാട് ടൗണിലാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയും ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സംസ്ഥാന വ്യാപകമായി സമരം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്തുകൾ ലോക്കൽ ഗവൺമെന്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇടതുപക്ഷ ഭരണത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും ത്രിതല പഞ്ചായത്തുകളെ തകർക്കുന്ന നിലപാടുകളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം പഞ്ചായത്തുകൾക്ക് മുമ്പിൽ രാപ്പകൽ ധർണാ സമരം ഈ മാസം 4-ാം തീയതിയും 5-ാം തീയതിയുമായി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി രാജാക്കാട് പഞ്ചായത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ ധർണാ സമരം നടക്കുകയാണ്. AICCയുടെ അംഗമായിട്ടുള്ള ഏറ്റവും ബഹുമാനനായ ശ്രീ EM അഗസ്തി ഈ ധർണാ സമരം ഈ മാസം 4-ാം തീയതി 4 PM രാജാക്കാട് ഉദ്ഘാടനം ചെയ്യും. 4-ാം തീയതി വൈകിട്ട് മുതൽ രാജാക്കാട് ടൗണിൽ നടക്കുന്ന സമരം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യും. UDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UDF മണ്ഡലം ചെയർമാൻ CB കൊച്ചുവെള്ളാട്ട, കൺവീനർ ജോഷി കന്യാക്കുഴി, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റടി, ബെന്നി പാലക്കാട്, ബിജു കൂട്ടുപുഴ, PS സുനിൽകുമാർ, സാജു പഴപ്പളാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പീരുമേട് ഏരിയ കൺവെൻഷനും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ലിസി ബാബുവിനെ പീരുമേട് ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പീരുമേട് ഏരിയ കൺവെൻഷൻ നടന്നത്. യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് അൻസി ജോസഫ് അധ്യക്ഷയായിരുന്നു. മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ലിസി ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി തുടർച്ചയായിട്ട് കമ്മിറ്റികളിൽ പങ്കെടുക്കാത്ത ആളുകളെ എല്ലാ ഘടകങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ്, മേഖല, ഏരിയ, ഇങ്ങനെയുള്ള ജില്ല, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചതനുസരിച്ചിട്ട്
നമ്മൾ ജില്ലാ കമ്മിറ്റിയിൽ ആ പ്രവർത്തനം തുടങ്ങി വെച്ചു. പീരുമേട് ഏരിയ സെക്രട്ടറിയായി ലിസി ബാബുവിനെ തെരഞ്ഞെടുത്തു. പരിപാടിയിൽ AIDWA സംസ്ഥാന കമ്മിറ്റി അംഗം KM ഉഷ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശാന്തി ഹരിദാസ്, V മുരുകലക്ഷ്മി, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി, ആൽഫി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വണ്ടിപ്പെരിയാർ, കുമളി, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തങ്കമണി കാമാക്ഷി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവം 5 മുതൽ 9 വരെ നടക്കും. അന്നപൂർണേശ്വരി ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ, ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 5 വൈകിട്ട് 6:45 കൊടിയേറ്റ. തുടർന്ന് വാഹനപൂജ, കൈകൊട്ടിക്കളി എന്നിവ നടക്കും. അന്നപൂർണേശ്വരി ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ, ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാമാക്ഷി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം 2025 ഏപ്രിൽ 5 മുതൽ 9 വരെ നടക്കുകയാണ്. 5-ാം തീയതി വൈകുന്നേരം 6:45 ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ്, തുടർന്ന് വാഹനപൂജ, കൈകൊട്ടിക്കളി എന്നിവ 5-ാം തീയതി നടക്കും. തിരുവുത്സവത്തിന്റെ 6-ാം ദിവസം ഞായറാഴ്ച ദേവിക്ക്, അന്നപൂർണേശ്വരി ദേവിക്ക് പൊങ്കാല, വൈകുന്നേരം കാര്യസിദ്ധി പൂജ. 3-ാം ഉത്സവ ദിവസമായ 7-ാം തീയതി വൈകുന്നേരം ദേവിക്ക് പൂമൂടല്, ആയില്യ പൂജ എന്നിവ നടക്കും. 6-ാം തീയതി രാവിലെ പൊങ്കാല നടക്കും. വൈകിട്ട് 7-ന് കാര്യസിദ്ധി പൂജ, 7-ാം തീയതി വൈകിട്ട് 6:30 പൂമൂടൽ, രാത്രി 7-ന് ആയില്യ പൂജ എന്നിവ നടക്കും. 8-ാം തീയതി രാവിലെ 10-ന് ഉത്സവ ബലി ദർശനം, വൈകിട്ട് കലാസന്ധ്യ, മെഗാ തിരുവാതിര, പള്ളിവേട്ട എന്നിവ ഉണ്ടായിരിക്കും. തിരുവുത്സവത്തിന്റെ 3-ാം ദിവസമായ 7-ാം തീയതിയാണ് പൂമൂടൽ നടക്കുന്നത്. ഈ പൂമൂടൽ വഴിപാട് ഏറെ വിശേഷമായിട്ടുള്ളതാണ്. ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിന് വളരെ പ്രാധാന്യമായി ഈ ചടങ്ങിലേക്ക്. അതുപോലെ തന്നെ ഇത്തവണ അന്നദാനം വളരെ വിശേഷമായെടുത്തുള്ള സന്നാനിനീസ് ഇടവകയിൽ നിന്നും വഴിപാടായി സമർപ്പിക്കുന്നു എന്നുള്ളതും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. പൊതുവെ മതസൗഹാർദ്ദപരമായ എല്ലാ കാര്യങ്ങളിലും, പള്ളിയിലെ ആഘോഷങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും ഈ വിധത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വളരെ വ്യത്യസ്തമായി ഇത്തവണ ഒരിടവക ഒരു ക്ഷേത്രത്തിൻ്റെ ആറാട്ട് സദ്യ നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. സമാപന ദിവസമായ 10-ാം തീയതി വൈകിട്ട് 4:30 ആറാട്ട്, 6:15 താലപ്പൊലി കാവടി ഘോഷയാത്ര, രാത്രി 8 മണിക്ക് കാമാക്ഷി സെന്റ് ആന്റണീസ് ഇടവക സ്പോൺസർ ചെയ്യുന്ന ആറാട്ട് സദ്യ, 8:30 ഗാനമേള എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ VB സോജു, VM പ്രതീഷ് ശാന്തി, KS മധു എന്നിവർ പങ്കെടുത്തു. സേനാപതി മണിതൂക്കാമേട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മീനപ്പുണർദം മഹോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന് SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ചു. SNDP യോഗം സേനാപതി ശാഖായോഗത്തിന് കീഴിൽ സ്ഥാപിതമായിരിക്കുന്ന മണിതൂക്കാമേട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള മീനപ്പുണർദം മഹോത്സവത്തിനാണ് ഈ വർഷവും തുടക്കമായത്. 2-ാം തീയതി മുതൽ 4 ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം നടക്കുന്നത്. കിരാതമൂർത്തി സ്വരൂപത്തിൽ നിലകൊള്ളുന്ന മഹാദേവന്റെ മീനപ്പുണർദം മഹോത്സവം നടത്തുന്നതിലൂടെ ക്ഷേമവും ഐശ്വര്യവും വന്നുചേരുമെന്നാണ് വിശ്വാസം. ഇതിന്റെ ഭാഗമായി വ്രതാനുഷ്ഠാനത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. കിഴക്കിന്റെ കൈലാസം എന്നറിയപ്പെടുന്ന ഈ മണിതൂക്കാൻമേട് മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ വർഷമായിരുന്നു നമ്മുടെ പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തിയത്. അതിനുശേഷം വിവിധ ദേശങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ തിരക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനങ്ങൾ കഴിയും തോറും നമ്മുടെ ക്ഷേത്രം ഈ നാട്ടിൽ വളരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായും, അത് കിഴക്കൻ്റെ കൈലാസം എന്നറിയപ്പെടുന്ന കിരാതമൂർത്തി ഭാവത്തിൽ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഭക്തർക്ക് വളരെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹോത്സവത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, ഘോഷയാത്ര, ഭഗവതി സേവ, പറനിറയ്ക്കൽ,
നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടക്കും. ക്ഷേത്രം തന്ത്രി രാകേഷ് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തിയുടെയും പ്രജീഷ് വയലാർ ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ, യൂണിയൻ സെക്രട്ടറി KS രതീഷ് കുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചതോടെ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം പ്രസിഡന്റ് KD അജയ്കുമാർ, സെക്രട്ടറി ജോജി വാഴാട്ട, ക്ഷേത്രം മാനേജർ ബിജോ താന്നിവേലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്നുവന്ന മീനഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങി. വിവിധ വഴിപാടുകളും മുളപ്പയർ, അമ്മൻകുടം, തീച്ചട്ടി ഘോഷയാത്രയും ആറാട്ടും കഴിഞ്ഞാണ് ഉത്സവം സമാപിച്ചത്. വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെയാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, വഴിപാടുകൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ, 5:30 നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പൊങ്കാലയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം തീച്ചട്ടി ഘോഷയാത്ര, മുളപ്പയർ നിമഞ്ജനം, 6 മണിക്ക് ആറാട്ട്, ദീപാരാധന എന്നിവയോടുകൂടിയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്രം തന്ത്രി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്ര മേൽശാന്തി A അനിജിത്ത്, മുൻ മേൽശാന്തി ഗിരീഷ് എന്നിവരുടെയും സഹകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ശക്തിവേൽ, സെൽവി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലപ്പൊലി രഥഘോഷയാത്ര നടന്നു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടന്നത്. ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സേനാപതി പഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം. മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുവന്ന മീനഭരണി മഹോത്സവമാണ് സമാപിച്ചത്. മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 16-ാം തീയതി കൊടിയേറിയതോടെ തുടക്കമായ മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച മാവിളക്കുകളുടെയും ആട്ടക്കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്തു നിന്നും ക്ഷേത്ര അങ്കണത്തിലേക്ക് താലപ്പൊലി രഥഘോഷയാത്ര നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശാഭിഷേകം, മഹാപ്രസാദമൂട്ട തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി സതീഷ്, ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. താലപ്പൊലി രഥഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിയതോടെ മഹോത്സവത്തിന് കൊടിയിറങ്ങി. പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ, വൈസ് പ്രസിഡന്റ് MK വിജയൻ മക്കംകാവിൽ, സെക്രട്ടറി അനിൽ വടക്കേക്കര, ട്രഷറർ ശ്രീകുമാർ ആലാട്ട, ജോയിന്റ് സെക്രട്ടറി VR ബിജു, ഉത്സവ കമ്മിറ്റി ചെയർമാൻ CV സജിത്ത്, കൺവീനർ CA അനീഷ് തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകി. മാങ്കുളം സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി വനദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. ഈ മാസം 7 വരെയാണ് ഉത്സവം നടക്കുന്നത്. 6-ന് ക്ഷേത്രത്തിൽ പൊങ്കാലയും 7-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. മാങ്കുളം സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി വനദുർഗാദേവി ക്ഷേത്രത്തിൽ 7 ദിവസം നീളുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. ശിവഗിരി മഠം തന്ത്രി ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥസ്വാമി, ക്ഷേത്രം മേൽശാന്തി ജോഷി നാരായണൻ, സജി ശാന്തി, രവീന്ദ്രൻ ശാന്തി അടക്കമുള്ള വിവിധ ശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. മൂന്നാം തീയതി രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് ഗുളികന് മേശ വഴിപാട്, 4-ന് വൈകിട്ട് 7-ന് ഭഗവതി സേവ, 5-ന് രാവിലെ രക്ഷസിന് വിശേഷാൽ പൂജ, പാൽപായസം, വൈകിട്ട് മഹാസുദർശന ഹോമം എന്നിവ നടക്കും. 6-ാം തീയതി രാവിലെ 10-ന് പൊങ്കാല മഹോത്സവം നടക്കും. വൈകിട്ട് 6-ന് പള്ളിവേട്ടയും തുടർന്ന് ഗാനമേളയും അരങ്ങേറും. ഉത്സവത്തിന്റെ 7-ാം ദിവസം വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. തുടർന്ന് താടുംകണ്ടത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 3 നേരം അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ കലാസന്ധ്യയും അരങ്ങേറും. ക്ഷേത്രം പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട, സെക്രട്ടറി മോഹൻദാസ് മുകളേൽ, വൈസ് പ്രസിഡന്റ് സീമ കലേഷ്, ആഘോഷ കമ്മിറ്റി കൺവീനർ കലേഷ് കുമാർ മുണ്ടപ്ലാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുക. കടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെയും കാസ്ക് കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ഏറെ സന്തോഷമുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ഫുട്ബോൾ പരിശീലനം നേടുവാനായി താല്പര്യത്തോടെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഇവിടേക്ക് കടന്നു വന്നു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്. ഇങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ അവരെക്കാളും മികച്ച കളിക്കാരായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുകയാണ്. പരിപാടിയിൽ കട്ടപ്പന ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, നഗരസഭാ കൗൺസിലർ സോണിയ ജി ബി, ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് പുളിക്കൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി കുന്നേൽ, ഉല്ലാസ് തുണ്ടത്തിൽ, ജോസ് മാക്കിയിൽ, സജി ഇലവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫോണിനും ലഹരിക്കും അടിമപ്പെടാതെ കായികക്ഷമതയിൽ വളർന്നു വരുവാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്ന ആശയമാണ് കോച്ചിംഗ് ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാവിലെയും വൈകിട്ടുമായാണ് പരിശീലനം നൽകുക. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സച്ചി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് AR അനീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ മുഖപത്രം KJU ന്യൂസ് ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട്ടിൽ P സന്തോഷ് കുമാറിന് കൈമാറി. തുടർന്ന് സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി സൈമൺ ബെഞ്ചമിൻ, ഷാജി ഓലിക്കൽ, സോമി മുണ്ടക്കൽ, KM ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കിയിലെ പാമ്പാടും ചോല ചുട്ടുപൊള്ളുന്ന വെയിലിലും കുളിരുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. ഇവിടുത്തെ ചോല വനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ്. വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ച വസന്തവുമെല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടും ചോല സഞ്ചാരികൾക്ക് നൽകുന്നത് നനുത്ത അനുഭവമാണ്. കാണാം ദേശീയോദ്യാനത്തിലെ വിശേഷങ്ങൾ. മൂന്നാറിൽ നിന്നും 35 കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടും ചോല ദേശീയോദ്യാനം. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ പാമ്പാടും ചോലയിലെ കാഴ്ചകൾ കാണാം. 11.75 ചതുരശ്രയടി മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത്. വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം. കൊടും വേനലിലും പാമ്പാടും ചോലയിലെ പുലർക്കാലങ്ങളിൽ മഞ്ഞു പറക്കും. അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും വിലങ്ങും ചിലച്ചുപായും. എല്ലാം മറന്ന് ദൂരെ കണ്ണു നട്ടിരുന്നാൽ മറക്കാനാകാത്ത അനുഭൂതി ആ കാഴ്ചകൾ സമ്മാനിക്കും. പല നിറങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ്. പ്രകൃതിയോടിണങ്ങി പഠിക്കാനും കാഴ്ചക്കാരനാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട്. ഷോല നാഷണൽ പാർക്കിന്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ഇതിന്റെ ഏരിയ 11.78 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ ക്യാമ്പാണ് സ്കൂൾ, കോളേജ്, മറ്റ് NGO ഇവർക്ക് കൊടുക്കുന്നത്. ഇല്ല, സ്കൂൾ, കോളേജ് ഇവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ നാച്ചുറൽ ക്യാമ്പ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറേ നേച്ചർ എൻജോയ് ചെയ്യാനും ഇതിനായിട്ട് അമ്യൂണിറ്റി സെൻറ്ററും പിന്നെ ലോഗോസുകളുണ്ട്. ഇത് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രം കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടുത്തെ കാട്ടുപോത്തുകളും പിന്നെ ഇവിടുത്തെ നേച്ചറും ഇവിടുത്തെ കാലാവസ്ഥയും ഈ കൂടുതലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ സീസണുകളിലും മാക്സിമം സീസൺ ഡിസംബർ, ജനുവരി, നവംബർ ആയിരുന്നു. ഈ വർഷം ഒരു ഡിസംബർ, ജനുവരി ആകുമ്പോൾ ഇവിടെയൊക്കെ തണുപ്പുണ്ടാകും, കൂടുതൽ തണുപ്പ്, മൈനസൊക്കെ എത്താറുണ്ട്, ഐസുകൾ വരാറുണ്ട്. ഞാവൽ, എടന്ന, കരിമരം, വെട്ടി, മെഴുകുനാറി, മലവിറങ്ങി, കാട്ടുവീഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളുമൊക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം.
ഈ കാഴ്ചകൾ ചോലയ്ക്കുള്ളിൽ താമസിച്ചു കാണാനും വനംവകുപ്പ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മഡ് ഹൗസ്, ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 201, വിൽപ്പനയ്ക്ക് വന്നത് 51,785, വിൽപ്പന നടന്നത് 50,874. കൂടിയ വില 2,997, ശരാശരി വില 2,704. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 705 രൂപ, ഏലം കൂടിയ വില 2,650, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 480, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,510 രൂപ, വെള്ളി 114. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ പീരുമേട് പാമ്പനാറിന് സമീപം നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് കാൽനട യാത്രികന് മേൽ ഇടിച്ചു കയറിയ അപകടം. അപകടത്തിൽ പാമ്പനാർ സ്വദേശി സ്റ്റാൻസി ലാവോസ് മരിച്ചു. നിയന്ത്രണം നഷ്ടമായ ബസ് നിന്നത് നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിലിടിച്ച. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിരോധം 7-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. പരിപാടി സംഘടിപ്പിക്കുന്നത് CPM-നെയും ജില്ലാ സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ നീക്കത്തിനെതിരെയും ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും. കട്ടപ്പന വാഴവര വാകപ്പടിയിൽ ESI ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാട് കയറി നശിക്കുന്നു. ഇവിടെ വന്യമൃഗശല്യമടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിൽ പ്രദേശവാസികൾ. പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് MPയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണം. പണിതിട്ടും പണി തീരാതെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് തകർന്നത് 2018-ലെ പ്രളയകാലത്ത്. 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും നാളിതുവരെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.